അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബുസ് വിൽമോറിനെയും തിരികെ ഭൂമിയിലെത്തിച്ച സ്പേസ് എക്സിൻ്റെ പേടകം ഏതാണ്? ഡ്രാഗൺ ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബുസ് വിൽമോറിനെയും തിരികെ ഭൂമിയിലെത്തിച്ച സ്പേസ് എക്സിൻ്റെ പേടകമാണെന്ത്? ഡ്രാഗൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കി എന്നുവെച്ചാൽ എന്താ? അധികരാവസ്ഥയുള്ള പദാർത്ഥം അല്ലേ? പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കി പരിവർത്തനം ചെയ്ത ഗവേഷണ സ്ഥാപനം ഏതാണ്? പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കി പരിവർത്തനം ചെയ്ത ഗവേഷണ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്റ്റിക്സ്. ഇറ്റലിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്റ്റിക്സ് ആണ് പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കി പരിവർത്തനം ചെയ്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ റൂട്ട് ജിങ് മുതലിവിടെ വരെ സോണിപത്ത് റൂട്ട്. ജിങ് സോണിപത്ത് റൂട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ റൂട്ട്. ജിങ് സോണിപത്ത് റൂട്ട്. അടുത്ത ചോദ്യം, സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനായത് ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനായത് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയാണ്. ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയാണ് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനായത്. അടുത്തത്, മാർച്ച് 7 ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? മാർച്ച് 7 ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായതാണ് വികാസ് കൗശലാണ്. വികാസ് കൗശൽ. മാർച്ച് 7 ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? വികാസ് കൗശൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ജഡ്ജിമാരുടെ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ജഡ്ജിമാരുടെ ദിനം ആചരിക്കുന്നത് മാർച്ച് 10 എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ജഡ്ജിമാരുടെ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 10 അടുത്ത ചോദ്യം, 25ാമത് IIFAയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സിനിമ ഏതാണ്? 25ാമത് IIFAയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സിനിമ ലാപത ലേഡീസ് ആണ്. 25ാമത് IIFAയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ സിനിമ ഏതാണ്? ലാപത ലേഡീസ്. അടുത്ത ചോദ്യം, പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായിട്ട് നടപ്പാക്കിയ ഏത് പദ്ധതിയാണ്? പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത്? ഗോത്ര ജീവിക പദ്ധതി. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത്? ഗോത്ര ജീവിക പദ്ധതി. താങ്ക് യു.